നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. കൂട്ടുകാരെ, നമുക്ക് ലൈഫായിട്ട് ദൈവം ഒരേ ഒരു ജന്മം മാത്രമേ തന്നിട്ടുള്ളൂ. അതിൽ പ്രശ്നങ്ങളുണ്ടാവാം. മനുഷ്യന്മാർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാം, ദാമ്പത്യ പ്രശ്നം ഉണ്ടാവാം, ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവാം. ഇതൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ഓർക്കുക, നമ്മൾ ലൈഫ് എത്രയോ മണിക്കൂർ, എത്രയോ മിനിറ്റ്, എത്രയോ സെക്കൻഡ് മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. നമ്മൾ ജീവിക്കുന്നിടത്ത് കാലം നമ്മൾ മനുഷ്യരായിട്ട് നല്ലവരായിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുക. ആൾക്കാർ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെട്ടിപ്പിടിച്ചിട്ടൊക്കെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ പത്രമോ ഫേസ്ബുക്കോ ഇൻസ്റ്റയിൽ തുറന്നാൽ ആത്മഹത്യ തന്നെ. ഈ ആത്മഹത്യ കൊണ്ട് എന്ത് നേടും എന്നറിയില്ല. ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്തവർക്ക് ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ആത്മാവുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ആർക്കും ഒരു അറിവുമില്ല. പ്രശ്നങ്ങൾ ലൈഫിലുണ്ടാവും. ആത്മഹത്യ ഒരു പോംവഴിയല്ല കൂട്ടുകാരെ. ഇപ്പം എന്നെ സംബന്ധിച്ചും ഒന്നും പറയാൻ പറ്റില്ല, ഞാനും മനുഷ്യനാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ കാര്യങ്ങൾ വരുമ്പം മാക്സിമം കഴിയുന്നതും ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കരുത്. വല്ല അമ്പലത്തിലോ പള്ളികളിലോ കടൽ തീരത്തോ പോയി ഇരുന്ന് മനസ്സിനെ റിലാക്സ് ചെയ്യുക. എല്ലാം നമ്മുടെ മനസ്സാണ്. ഇപ്പോൾ പല കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ടാവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കെന്തെങ്കിലും ദുഃഖം കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളികളിൽ അല്ലെങ്കിൽ കടലിൻ്റെ തീരത്ത് ഞാൻ പോയിരിക്കും. പിന്നെ മനുഷ്യൻ്റെ വാല്യൂ, ലൈഫ്, ജീവിതം അറിയണമെങ്കിൽ നിങ്ങൾ ഒന്നും വേണ്ട, വെറുതെ ഇരിക്കുമ്പോൾ മെഡിക്കൽ കോളേജിലോ RCCയിലൊക്കെ പോയി ഒന്ന് നോക്കുക. അവരൊക്കെ ആണെങ്കിൽ നാളെ മരിക്കുമെന്ന് ഡോക്ടർ എഴുതി കൊടുത്ത് ജീവന് വേണ്ടി ദാഹിക്കുകയാണ്. ഓരോ പാർട്ട്, ഹാർട്ട് വായിക്കണം, വൃക്ക മാറ്റി വയ്ക്കണം. അതിനു വേണ്ടി ആൾക്കാർ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യണം ജീവിക്കാൻ വേണ്ടി. എന്നിട്ടാണ് നിങ്ങൾ ഈ ദൈവം തന്ന നിധി പോലത്തെ ജീവിതം ആത്മഹത്യ രൂപത്തിൽ നഷ്ടപ്പെടുത്തി കളയണത്. വളരെ വിഷമമുണ്ട്. ഇപ്പം നിങ്ങളെ വിചാരം എന്താണ്? സ്വർഗത്തിൽ പോകുന്നു? ഒരിക്കലുമില്ല. അതായത് ദൈവം തന്ന ലൈഫ് ദൈവം വിളിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോകാൻ അവകാശമുള്ളൂ. ആ ടൈമിൽ നിങ്ങളെ ജീവൻ ഇവിടെ വല്ല തവളയായിട്ടോ പാമ്പായിട്ടോ കീരിയായിട്ടോ ഈ ഭൂമിയിൽ കിടന്ന് നരകിച്ചിട്ടേ നിങ്ങളെ ടൈം ആകുമ്പോൾ മാത്രമേ നിങ്ങളെ അങ്ങോട്ട് മുകളിലോട്ട് വിളിക്കുള്ളൂ. സ്വർഗമൊന്നും കിട്ടാനൊന്നുമില്ല. അവിടെ ചെന്നാലും യാതനകളായിരിക്കും. ആത്മഹത്യ ഒരു സൊല്യൂഷനേ അല്ല. ഇപ്പം നിങ്ങൾ ഓർത്തോ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളിവിടെ തൂക്കിക്കൊല്ലാനുള്ള ഒരു നിയമവും ഇതുവരെ വന്നിട്ടുമില്ല, വരെയില്ല. ജീവിച്ച് തീർക്കുക. കഴിയുന്നതും നല്ല ആരോഗ്യത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കുക. പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യൻ കുറവാണ്. ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പണമുള്ളവർക്ക് അസുഖത്തിൻ്റെ രൂപത്തിലും പാവപ്പെട്ടവർക്ക് വേറെ രൂപത്തിലും അങ്ങനെ പല പല പ്രശ്നങ്ങൾ ദൈവം ടാസ്ക് തരികയാണ്. നമ്മൾ ഇതൊക്കെ അച്ചീവ് ചെയ്യുക, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക. നമ്മളെ മനുഷ്യ ജീവിതം അവസാനിച്ചാലും മുകളിൽ അല്ലെങ്കിൽ ആത്മാവെന്നുള്ള പവർ അല്ലെങ്കിൽ സ്വർഗം എന്നുള്ള പവർ ഉണ്ടെങ്കിൽ അവിടുത്തെ വാതിൽ നമുക്ക് തുറന്നിരിക്കും. നല്ലത് മാത്രം ചെയ്യുക. അല്ലാതെ വെട്ടിപ്പിടിച്ച് കോടികൾ സമ്പാദിച്ച് അതായത് ഇപ്പം മനുഷ്യൻ തന്നെയാണ് പല പല മേഖലകളും ജോലി സംബന്ധമായി എല്ലാം മനുഷ്യൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഒരു മനുഷ്യൻ ശിക്ഷിക്കാനുള്ള യാതൊരു അധികാരവും ദൈവം കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എന്ത് ചെയ്യണം, അതെല്ലാം ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവം എന്നുള്ളൊരു പവറാണ്. വേറെ ഒന്നല്ല, ഞാൻ വീഡിയോ മുഴുപ്പിക്കുന്നില്ല. ആത്മഹത്യ ഒരു സൊല്യൂഷൻ അല്ല. ഇപ്പം നിങ്ങളെ വിചാരം ആത്മഹത്യ ചെയ്താൽ ഒരുപാട് പേര് ദുഃഖിക്കുന്നു. ഒന്നുമില്ല, കോപ്പാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് വിഷമിക്കുന്നത് നിങ്ങളെ അച്ഛനും അമ്മയും മാത്രമായിരിക്കും. നാട്ടുകാരും കൂട്ടുകാരും വരും. അടുത്ത ചോദ്യം എന്താണ്? ഈ ബോഡി എപ്പോൾ എടുക്കും? അത് കഴിഞ്ഞ് ബോഡി കൊണ്ട് ദഹിപ്പിച്ച് അല്ലെങ്കിൽ കുഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചർച്ച, ബന്ധുക്കളുടെ ചർച്ച, ഫുഡ്, പിരിവ്, സഞ്ചാനികൾ. പിന്നെ ആ വീട്ടിൽ കുട്ടികളുടെ കളിയായി ചിരിയായി സംഭവം മായ കൊണ്ടങ്ങ് മറയ്ക്കും. നിങ്ങളെ കൂട്ടുകാർ ഷെയറിട്ട് സാധനം എടുത്ത് അടിക്കും. 2 ദിവസം ദുഃഖം. പിന്നെ ഇവരൊക്കെ കാണുന്ന സഞ്ചാരത്തിന് ഇഡലിനാണ്. ഇഡലി, രസവട, ചായ അതൊക്കെ തിന്നാൻ വേണ്ടി വരും. കൈ എഴുവും, അവരങ്ങ് പോകും. ബന്ധുക്കാരും അവരവരെ വീട്ടിൽ പോകും.
വിഷമിക്കുന്നത് നിങ്ങൾ ഓർക്കുക, നിങ്ങളെ സൃഷ്ടിച്ച ഈ ഭൂമിയിൽ സൃഷ്ടിച്ച നിങ്ങളെ അച്ഛനും അമ്മയും മാത്രമായിരിക്കും ഉരുവി 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 ജീവിക്കുന്നത്. പിന്നെ അവരെ പാടായി അവരെ ജോലിയായി തിരക്കായി നിങ്ങളങ്ങ് മറക്കും. പിന്നെ ചില സ്നേഹമുള്ള കൂട്ടുകാരാണെങ്കിൽ വർഷത്തിലൊരിക്കൽ നിങ്ങൾ ഫോട്ടോ ഫേസ്ബുക്കിൽ അങ്ങ് ഇടും, ആദരാഞ്ജലികൾ നഷ്ടപ്പെട്ടു, വേറെ ഒന്നും ചെയ്യില്ല. ശരി, നിങ്ങൾ മരിക്കണമെങ്കിൽ നിങ്ങളെ പാർട്സ്, കണ്ണ്, ലിവർ, വിലപിടിപ്പുള്ള സാധനം, നിങ്ങൾ കോടീശ്വരന്മാരാണ്. എത്ര കോടിയാണ് നിങ്ങളെ ബോഡി ഇരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾ ദാനം ചെയ്തിട്ട് മരിക്കുക. വെറുതെ എന്തിനാണ് കത്തിച്ച് കളയണത്? സത്യം വളരെ വിഷമമുണ്ട് കൂട്ടുകാരെ. ആത്മഹത്യ ഒരു സൊല്യൂഷനല്ല. ഞാൻ ഇതേപോലെ ഈ കുറേ ആത്മഹത്യ കേസുകളെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യരുത്. നിങ്ങളെക്കുറിച്ച് ആരും ദുഃഖിക്കില്ല, നിങ്ങളെക്കുറിച്ച് ആരും സഹതപിക്കില്ല. പക്ഷേ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ നൊന്ത് പ്രസവിച്ച നിങ്ങളെ അമ്മ അച്ഛൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലി വായിച്ചു വന്നിട്ട് നിസ്സാര കേസിന് എന്ത് കഷ്ടമാണെന്ന് നോക്കിയാണ്. ശരി, എന്തായാലും നെക്സ്റ്റ് ഞാൻ ആ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നെക്കൊണ്ട് ഇത് എന്നെ സംബന്ധിച്ച വിഷയമല്ല, പക്ഷേ സത്യം പറഞ്ഞ വിഷമമുണ്ട്. ഞാനും അടുത്ത വീഡിയോസ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.